നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാചകവാതക ഗ്യാസിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധ ധർണ. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് ഓഗസ്റ്റ് 13-ാം തീയതി ഞായറാഴ്ച അകക്കണ്ണ് എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭയിലെ കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ നൽകി നികുതി പിരിവ് ഊർജിതമാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. പാചകവാതക ഗ്യാസിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധ ധർണ. പാചക ഗ്യാസിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ. പ്രതിഷേധ ധർണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി PK കൗസല്യ ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സിദ്ധാർത്ഥൻ അധ്യക്ഷയായിരുന്നു. പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ NK ഹരിദാസൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജിനി ബാബുജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പാവപ്പെട്ടവരുടെ വീട്ടിൽ ഓടുമേഞ്ഞവരും മൂലമേഞ്ഞവരും എല്ലാം തന്നെ ഗ്യാസ് പാചകവാതകത്തിന് ആശ്രയിക്കുന്ന ഈ അവസരത്തിൽ സിലിണ്ടറിന്റെ സബ്സിഡി ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പൈനി വില്ലേജ് കമ്മിറ്റി ധർണ ഇവിടെ നടത്തുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ധർണ നടത്തുന്നത്. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ 3 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. ഈ കാലയളവിലെല്ലാം തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന വിധത്തിലാണ് ഈ 3 വർഷക്കാലവും ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം, ജൈവ അജൈവ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, കുടുംബശ്രീ ഓണച്ചന്ത എന്നിവയെക്കുറിച്ച് ആലോചിക്കാൻ പോർക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ യോഗം ചേർന്നു. പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരും യോഗത്തിനെത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KN നാരായണൻ, CDS ചെയർപേഴ്സൺ ശ്രീമതി സിന്ധു ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ മധു പുന്നത്തൂർ, ജിഷ ശശി, അംബിക മണിയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുന്നംകുളത്ത് ഓഗസ്റ്റ് 13-ാം തീയതി ഞായറാഴ്ച അകക്കണ്ണ് എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 13 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം KR ഗ്രാൻഡ് റെസിഡൻസിയിൽ വെച്ച് അകക്കണ്ണ് എന്ന ഹ്രസ്വ സിനിമ പ്രകാശനം നടക്കുമെന്ന് സിനിമയുടെ സംവിധായകൻ കൂടിയായ ഗഫൂർ അഭിനയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അകക്കണ്ണിന്റെ റിലീസ് നിർവഹിക്കും. ചടങ്ങിൽ അനുഗ്രഹീത ഗായിക വിജയലക്ഷ്മിയുടെ ഗാനാർച്ചന നടത്തുമെന്ന് ഗഫൂർ അഭിനയയും സംഘാടക സമിതി ചെയർമാൻ C ഗിരീഷ് കുമാറും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ചിന്ത ഒരുപാട് എന്തെങ്കിലും ഇയാളെ വെച്ചൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിമെങ്കിലും എന്റെ മനസ്സിൽ ചെയ്യണമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം അവർ രണ്ടുപേരെ വെച്ചിട്ടാണ് ഞാനൊരു തൊട്ടിൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒന്ന് തുടങ്ങാൻ അതിന്റെ സ്ക്രിപ്റ്റ് വർക്കൊക്കെ തുടങ്ങി ചെയ്യാൻ പോയപ്പോ, പക്ഷെ അത് രണ്ടുപേരും ഒതുങ്ങി പോലോ എന്നുള്ളൊരു സംശയം ഉണ്ടായപ്പോ ഞാൻ കുറച്ചൊന്ന് വൈകായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അവരെ തന്നെ ഞാനൊരു ഗാനമേളയ്ക്ക് വേണ്ടി കുറച്ച് ഫ്രണ്ട്സിനെ ക്ഷണിച്ചപ്പോ അതിലും ഉണ്ടായി ഇതുപോലെ ശശികുമാർ പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നോർമലായിട്ട് തോന്നുന്ന ഒരാള് ശശി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു.
ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺ വേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരസഭയിലെ കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ നൽകി നികുതി പിരിവ് ഊർജിതമാക്കാൻ തീരുമാനം. കുന്നംകുളം നഗരസഭയോട് ആർത്താറ്റ് പഞ്ചായത്ത് പൂർണ്ണമായും പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുവെങ്കിലും 37 വാർഡുകളിലും ഏകീകൃത കെട്ടിട നമ്പറുകളും നികുതി പരിഷ്കരണവും നടപ്പിലാക്കാൻ കഴിയാത്തത് റവന്യൂ വരുമാനത്തെ ബാധിക്കുന്നു. 15 വർഷം കഴിഞ്ഞിട്ടും ഏകീകൃത കെട്ടിട നമ്പറുകളും നികുതി പരിഷ്കരണവും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ വിഭാഗം തീരുമാനിച്ചു. നഗരസഭാ കൗൺസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും കക്ഷി നേതാക്കളുടെയും യോഗമാണ് കെട്ടിട നമ്പർ നികുതി പരിഷ്കരണ നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത്. നഗരസഭയിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ കെട്ടിട നമ്പറുകളും നികുതി ഘടനയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പഞ്ചായത്ത് പ്രദേശങ്ങൾ നഗരസഭയോട് കൂട്ടിച്ചേർത്തെങ്കിലും കെട്ടിട നമ്പർ നികുതി പരിഷ്കരണ കാര്യത്തിൽ മാറി മാറി വന്ന LDF UDF ഭരണസമിതികൾ യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. ഇതിനായി ചില പ്രവർത്തനങ്ങളും കണക്കെടുപ്പുകളും നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം പാതി വഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു. റവന്യൂ വിഭാഗത്തിൽ അത്യാവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനെ തുടർന്ന് മറ്റു പ്രവർത്തനങ്ങളും തടസ്സപ്പെടാൻ കാരണമായി. കെട്ടിട നമ്പർ നികുതി പരിഷ്കരണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനും അനുബന്ധ ചെലവുകൾക്കായി തുക അനുവദിക്കുന്ന കാര്യവും നാളെ ചേരുന്ന നഗരസഭാ കൗൺസിൽ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിപണി അടയ്ക്ക പുതിയത് 4000 രൂപ മുതൽ 4501 രൂപ വരെ. രണ്ടാം തരം 2800 രൂപ മുതൽ 3300 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക ഗ്യാസിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധ ധർണ്ണ. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് ഓഗസ്റ്റ് 11 ഞായറാഴ്ച അകക്കണ്ണ് എന്ന ഹ്രസ്വ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭയിലെ കെട്ടിടങ്ങൾക്ക് പുതിയ നമ്പർ നൽകി നികുതി പിരിവ് ഊർജിതമാക്കാൻ തീരുമാനം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.